അങ്ങനെ അടുത്തൊരു ഞായറാഴ്ച വന്നു കേട്ടോ. ഇന്ന് നമ്മളുടെ ചെക്കന്മാരെയും കൂട്ടി നമ്മളൊരു അമ്പലത്തിലേക്കാട്ടോ പോകുന്നത്. 51 കിലോമീറ്റർ ഓടി നമ്മൾ പോകുന്നത് കൊയിലാണ്ടിക്ക് അടുത്തുള്ള ഉരുപുണ്യകാവിലേക്കാട്ടോ. കടലും കടലിനോട് ചേർന്നിട്ടുള്ള അമ്പലവും അതിമനോഹരമായിട്ടുള്ളൊരു അമ്പലമാട്ടത്. റീൽസ് കണ്ട നാൾ മുതൽ തന്നെ നമ്മുടെ ചെക്കന്മാർ പറയുന്നുണ്ട് എന്തായാലും ഒരു ദിവസം അങ്ങോട്ട് പോകണം കേട്ടോ. അങ്ങനെ ഇന്നാണ് അതൊന്ന് ഒത്തുകിട്ടിയത്. എല്ലാവരും കൂട്ടി നേരത്തെ അമ്പലത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി നമ്മൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് അമ്പലത്തിൽ നിന്ന് പുറത്തുനിന്ന് കാണുന്നുള്ളൊരു വ്യൂ എന്ന് പറയുകയാണെങ്കിൽ കേട്ടോ. നല്ല അടിപൊളി അമ്പലമാണ്. അതോടൊപ്പം തന്നെ ഇതൊരു ബലിതർപ്പണക്കാവും കൂടി കേട്ടോ. ഒരുപാട് പേരാണ് അന്ന് അവിടെ ബലിയിടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കർക്കിടക മാസത്തിലും വാവിലൊക്കെ നല്ല തിരക്കെന്നാണ് കേട്ടത് കേട്ടോ. അങ്ങനത്തെ അടിപൊളി ഒരു അറ്റ്മോസ്ഫിയർ ആണ് പുറത്തെടുത്തുമ്പോൾ കേട്ടോ. നമുക്കവിടുന്ന് പോരാൻ തന്നെ തോന്നില്ല. അത്രയ്ക്കും അടിപൊളിയാണ് അവിടുത്തെ ഒരു ചുറ്റുപാട് എന്ന് പറയുന്നത്. അവിടെ അമ്പലത്തിൽ തന്നെ ചായ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ചായയും കുടിച്ചിട്ടാണ് നാട്ടിലേക്ക് തിരിച്ചത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല കേട്ടോ. വൈകിട്ടായപ്പോൾ ഒന്ന് കമ്പനിക്കാരൻ്റെ വീട് വരെ ഇറങ്ങി. അപ്പോൾ അവനും അമ്മയും കൂടി ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അന്ന് അവരോടൊക്കെ സംസാരിച്ച് നേരെ ഞാൻ നമ്മുടെ വീട്ടിലെത്തിയപ്പം അവിടെ ഞാൻ നമ്മളെ ഗോതമ്പ് ദോശ എന്നെ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ കണ്ണേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ജിത്തുവിൻ്റെ ബർത്ത്ഡേ അല്ലേ, അതൊന്ന് ആഘോഷിക്കേണ്ടതെന്ന്. രാത്രി ആയതുകൊണ്ട് കട കടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഉള്ളതുപോലെ ഞങ്ങളിതാ ആ ബർത്ത്ഡേ അങ്ങോട്ട് കടറാക്കിയിട്ടുണ്ട് കേട്ടോ.